പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടന്നോ അതോ പോലീസിനെ പറ്റിയ കേവലം ഒരു വീഴ്ചയോ? തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന പൂരം വിവിധമൊരു പര്യവസാനത്തിലെത്തിച്ചത് ആരുടെയെങ്കിലും തിരക്കഥയാണോ? പാർട്ടികൾ പഴിചാരുമ്പോൾ കാണാക്കാഴ്ചകൾ വല്ലതുമുണ്ടോ ഈ സംഭവത്തിൽ? വലിയൊരു അന്വേഷണമൊന്നുമില്ലാതെ ഒരു സ്ഥലം മാറ്റത്തിൽ ഒതുക്കി സർക്കാർ കൈകഴുകുകയാണോ? പൊതുസമൂഹത്തിൽ വരുന്ന സംശയങ്ങൾ പലതാണ്. തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് പൂരം കലക്കിയതെന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരന്റെ ആരോപണം. CPMന്റെ അജണ്ട നടപ്പാക്കാൻ കമ്മീഷണറെ ഉപയോഗിച്ചെന്നാണ് ആരോപണം. സുരേഷ് ഗോപി പ്രശ്നം പരിഹരിച്ചെന്ന് BJP സൈബർ പ്രചാരണം കൊഴുപ്പിച്ചു കഴിഞ്ഞു. വോട്ട് കച്ചവടത്തിനുള്ള അന്തർധാരയാണ് പുറത്തായതെന്നും പൂരത്തിനെ മറയാക്കിയത് തീർത്തും ദൗർഭാഗ്യകരമാണെന്നും മുരളീധരൻ പറയുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ കമ്മീഷണർ തിരികെ ഇവിടെ കൊണ്ടുവരും. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും K മുരളീധരൻ ആവശ്യപ്പെട്ടു. പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനെത്തിച്ച കുടയും കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പോലീസിനെതിരെ നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിട്ടത്. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് ശ്രമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറയുന്നത്. ലോകത്തിന് മുമ്പിൽ കേരളത്തിന്റെ അഭിമാനമായ പൂരത്തെ തടയാൻ പോലീസ് ശ്രമിച്ചിട്ടും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലെന്നാണ് BJP നേതാവ് K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നത്. ആരെല്ലാം തമ്മിലെ അന്തർധാരയാണ് പൂരം പൊളിക്കാൻ ശ്രമിച്ചതിന് പിന്നിലെന്ന് പൊതുജനത്തിന് മനസ്സിലാകുന്നില്ല. ആനകൾക്ക് വേണ്ടി കൊണ്ടുവന്ന പട്ട പോലും കൊണ്ടുപോകാൻ കമ്മീഷണർ അനുവദിച്ചില്ല. പൂരം അലങ്കോലമാക്കാൻ ഉന്നത ഇടപാടുണ്ടായിട്ടുണ്ടെന്ന് കമ്മീഷണറുടെ പ്രവൃത്തികൾ തെളിയിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ പൂരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് വിവാദത്തിലായ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികളിൽ ഉയർന്നുവന്ന പരാതികൾ വിശദമായി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പൂരം അലങ്കോലമാക്കാൻ കമ്മീഷണർ ശ്രമിച്ചുവെന്ന് ഏറെ പേരും ഉറപ്പിക്കുമ്പോൾ വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രം ഒതുക്കാവുന്ന വിഷയമല്ല ഇത്. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. സുവർണ സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയേകാൻ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചുകൊണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമുകൾ ഇതാ നിങ്ങൾക്കായി. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് April 21 രാവിലെ 11 മണിക്ക് തലശ്ശേരിയിലും 4 മണിക്ക് കണ്ണൂരിലെ താവക്കരയിലും തുറക്കുന്ന അത്യപൂർവമായ ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം.